സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എത്രത്തോളം അപകടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുട്ടികളൊക്കെ ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അവരുടെ മൊബൈൽ ഫോണിലേക്ക് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ആക്സസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അതെന്റെ പേഴ്സണൽ ആണ് കേട്ടോ, അതിലേക്ക് നോക്കരുത് കേട്ടോ, അത് തുറക്കരുത് കേട്ടോ, അത് എടുക്കരുത് കേട്ടോ എന്ന് മാതാപിതാക്കളോട് പോലും നമ്മുടെ മക്കൾ പറയുന്നുണ്ട് അല്ലെ. എന്നാൽ അതിനകത്ത് എന്താണ് ഒളിച്ചു വെക്കാനുള്ളത് എന്ന് ചോദിക്കാനുള്ള എല്ലാ റൈറ്റും ആ മാതാപിതാക്കൾക്കുണ്ട്. 18 വയസ്സ് വരെ എങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്തില്ല എങ്കിൽ റിഫയുടെ അവസ്ഥ നമ്മുടെ മക്കൾക്കും വരുന്നുള്ളതാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട മെഹനു ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കി. ഇന്നും ദുരൂഹതകൾ ഏറി നിൽക്കുന്ന ഒരു കേസ് തന്നെയാണ്. അയാൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഉപാധികളോട് കൂടിയാണ് ആൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നത്. എന്നാൽ അയാളുടെ ലൈഫിലേക്ക് വീണ്ടും അതേ പാതയിലൂടെ തന്നെ മറ്റൊരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടി നിരന്തരമായി റിഫയെ വൃത്തികേടുകൾ പറയുന്നു, മോശത്തരങ്ങൾ പറയുന്നു. എന്നാൽ സഫ എന്ന ആ പെൺകുട്ടിക്കും അതേ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. ഗർഭിണിയായിരിക്കെ പോലും മർദ്ദനം ഉണ്ടായിട്ടുണ്ട് പോലും, എന്നിട്ടും സഹിച്ച് അങ്ങനെ നിന്നു എന്നാ പറയുന്നത്. അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന റീലല്ല റിയൽ ലൈഫ്. എല്ലാവരും ആ ഒരു ക്യാമറക്ക് മുന്നിൽ കാണിച്ചു കൂട്ടുന്നതല്ല ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ മനസ്സിലാവാനുള്ള ബോധം നിങ്ങൾക്കുണ്ട്, എന്നാലും ഇല്ല എന്ന ഭാവത്തോടു കൂടി തന്നെ വീണ്ടും പൊട്ടക്കണക്കിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ആ വാർത്ത നമ്മൾ കേൾക്കാതെ പോകുന്നത് ശരിയല്ല. റിഫയെ മെഹനു കൊന്നതോ? 24 ന്യൂസ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നമ്മുടെ മക്കൾക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ വരാതിരിക്കാൻ നമ്മൾ കരുതലെടുക്കുക. റിഫയുടെ സഹോദരനും ബന്ധുക്കളും ദുബായിൽ തന്നെയുണ്ട്, അധികം ദൂരെയല്ല. ഭർത്താവ് മെഹനാസ് റിഫയുടെ സഹോദരന് ഒരു സന്ദേശം അയച്ചു. റിഫ ഒരു പൊട്ടത്തരം ചെയ്തു, അവൾ ആശുപത്രിയിലാണ്. ഇതാണ് സന്ദേശത്തിലെ വാചകം. സഹോദരൻ അപ്പോൾ തന്നെ തങ്ങളുടെ ഒരു ബന്ധുവിനെ കൂടി ആ വിവരം അറിയിച്ചു. അവർ റിഫയുടെ താമസ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. അവിടെ എത്തി അവർ കാണുന്നത് റിഫയെ ഒരു ആംബുലൻസിലേക്ക് കയറ്റുന്നതാണ്. മെഹനാസും സുഹൃത്തായ ജംഷാദും ചേർന്നാണ് റിഫയുടെ ശരീരം ആംബുലൻസിലേക്ക് കയറ്റുന്നത്. മരണവിവരം നാട്ടിലുള്ള കുടുംബത്തെ അറിയിച്ചത് റിഫയുടെ ഈ സഹോദരനാണ്. എന്നാൽ കോഴിക്കോട് ബാലുശ്ശേരി മേഖലയിൽ ആ വാർത്ത അറിയുന്നത് അല്പസമയത്തിനകം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ലൈവ് വീഡിയോ വഴിയാണ്. മരണത്തിന്റെ ആ നിമിഷങ്ങളിൽ ആ വീഡിയോ ലൈവ് സ്ട്രീം ചെയ്തത് റിഫയുടെ ഭർത്താവ് മെഹനാസ് ആയിരുന്നു. അങ്ങനെ ഒരു വീഡിയോ വന്നതോട് കൂടിയിട്ട് ജനങ്ങൾക്ക് ആളോട് കൂടുതൽ താല്പര്യം കുറയുകയും അയാൾക്ക് ഇതിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്ന് പറയുകയും ചെയ്തു. അന്ന് വലിയ രീതിയിൽ ചർച്ചയായി. പക്ഷെ കാലം ഒരുപാട് കഴിഞ്ഞു പോയി, ആളുകളെല്ലാം മറന്നു തുടങ്ങി. ഇപ്പോ വീണ്ടും ഈ കേസിന് എന്താണ് ഇത്ര പ്രസക്തി എന്നല്ലേ. സഫ എന്ന ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് മെഹനു പറഞ്ഞ വാക്കുകളും മെഹനുവിന്റെ ലഹരി ഉപയോഗവും ഒക്കെ ഇപ്പൊ വലിയ രീതിയിൽ ചർച്ചയാണ്. ഇനിയും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വീണ്ടും ഈ വാർത്ത ചർച്ചയാവുന്നത്. ആദ്യം ഈ മരണ വാർത്ത പുറത്ത് വിടുന്നത് റിഫയുടെ വേണ്ടപ്പെട്ട ആളുകൾ ഗൾഫിലുണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു. അവരെ ഇയാൾ അറിയിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ വന്ന് അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് ഇയാള് സോഷ്യൽ മീഡിയയിൽ കരഞ്ഞുകൊണ്ട് ഒരു വൈറലാവാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്ന് പറയില്ലേ, മരണം പോലും വിറ്റ് കാശാക്കുന്ന പരിപാടി, അത് ചെയ്തു എന്ന് പറയേണ്ടി വരും. റിഫയ്ക്കൊപ്പം ആ വീട്ടിലുള്ളത് ഭർത്താവും സുഹൃത്ത് ജംഷാദുമാണ്. അവരുടെ താമസ സ്ഥലത്ത് അതേ ഫ്ളാറ്റിൽ തന്നെ മുറി പങ്കിടുന്ന മെഹനാസിന്റെ സുഹൃത്താണ് ജംഷാദ്. റിഫയുടെ ബന്ധുക്കൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ ചോദിക്കുക ഭർത്താവിനോട് തന്നെയാകും. ദുബായിൽ സഹോദരനും ബന്ധുവും നാട്ടിലുള്ള ബന്ധുക്കളും നിരന്തരം ആവർത്തിച്ച ചോദ്യങ്ങൾ. ആ രാത്രിയിൽ റിഫയ്ക്ക് എന്താണ് സംഭവിച്ചത്? മെഹനാസിന് മാത്രമേ അതറിയൂ, അത് പറയാൻ കഴിയൂ. ഈ മെഹനാസ് എന്ന് പറയുന്ന വ്യക്തി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് ഖാദർ കരിപ്പടി തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ സൗഹൃദ വലയങ്ങളിൽ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇതിൽ ഏറ്റവും എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കഥ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം ഇതായിരിക്കും. ഭാര്യയോടൊപ്പം നിൽക്കുന്ന റൂമിൽ സുഹൃത്തിനെ എങ്ങനെയാണ് താമസിപ്പിക്കുന്നത്? അതും ഒരു ആൺ സുഹൃത്തിനെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്, പക്ഷെ അതവിടെ സംഭവിച്ചു. അത്രക്ക് വൃത്തികെട്ട ഒരു പരിപാടി ആരെങ്കിലും ചെയ്യോ? അത് റിഫയുടെ ഫാമിലിക്കകത്തും നാട്ടിലും വലിയ രീതിയിൽ ചർച്ചയായി. ഇയാൾക്ക് ഈ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ, ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണത്. അതാണ് മെഹനാസ് എന്ന് പറയുന്ന ഈ നികൃഷ്ട ജീവി ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നു. സഫ എന്ന പെൺകുട്ടിയോട് പോലും ഈ കേസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് വളച്ചെടുത്തത് എന്നുള്ളതാണ്. ചോദ്യങ്ങളേറെയും തനിക്കു നേരെ സംശയത്തിന്റെ വിരൽ ചൂണ്ടൽ എന്ന നിലയിലാണ് അയാൾക്ക് തോന്നിയത്. ആ ഘട്ടത്തിലാണ് ആ വീഡിയോ ബ്ലോഗ് പ്രത്യക്ഷപ്പെട്ടത്. അയാൾ ആ സമയത്ത് അതെന്തിനു ചെയ്തു? ആരോപണവുമായി ബന്ധുക്കൾ തന്നെ രംഗത്തെത്തി. അതയാൾ കരുതിക്കുട്ടി തന്നെ ചെയ്തതാണ്. താൻ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ആദ്യ ചുവട് പോലെ ഒന്ന്. അത് കാണുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോടോ ലൈവ് ഇട്ട് പറയുക, അത് തന്നെയാണ് വൈറൽ, അതിലൂടെ വീണ്ടും ആകാം എന്നുള്ള ലക്ഷ്യം തന്നെയാണെന്നുള്ളതാണ്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട്. ഈ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിരന്തരമായി മർദ്ദിച്ചിരുന്നു എന്ന് ആ ഫ്ലാറ്റിലുള്ള ആളുകൾ തന്നെ കണ്ടതായിട്ട് കൃത്യമായി പറയുന്നുണ്ട്. ശബ്ദങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഈ പെൺകുട്ടിയുടെ കൈയും കാലൊക്കെ അടിച്ച് മുറിച്ചിട്ടുണ്ട് അത്ര ഇവൻ. ഇത് പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അറിയാം. കല്യാണം ഉറപ്പിക്കുന്നതിന് മുന്നേ തന്നെ അവളെ ഏതോ ഒരു പയ്യനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തടിച്ചു എന്നാണ് പറയുന്നത്. സഫയുടെ അവസ്ഥ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, കർമ്മ എന്നൊരു സാധനം അത് തിരിച്ചടിക്കുമല്ലോ. കാത്തിരുന്നു, അവർക്കത് കിട്ടി. 28 ഫെബ്രുവരി 2022 അന്ന് രാത്രി ഏറെ വൈകിയാണ് റിഫ വീട്ടിലേക്കെത്തിയത്. താൻ ഏറെ നേരമായി കാത്തിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ പോകാനായി തയ്യാറായിരുന്നതാണ്. എന്നാൽ റിഫ വൈകിയതോടെ ഞാൻ മയങ്ങിപ്പോയി. റിഫ ജോലി കഴിഞ്ഞെത്തിയപ്പോൾ നേരം ഏതാണ്ട് 11:30. വന്നപാടെ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഏറെ വൈകിയതിന്റെ കാരണം ഞാൻ തിരക്കി. മെഹനാസ് പറഞ്ഞു. ഞാൻ മെസ്സേജ് അയച്ചല്ലോ എന്ന് റിഫ മറുപടിയും പറഞ്ഞു. വൈകിയത് സംബന്ധിച്ച് വീണ്ടും ഭർത്താവ് ചോദ്യമുയർത്തിയതോടെ ഇരുവരും തമ്മിൽ തർക്കമായി. തർക്കത്തിനൊടുവിൽ മെഹനാസ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അയാൾ തിരിഞ്ഞ് റിഫയോട് പറഞ്ഞു, ഫ്രണ്ട്സ് താഴെ റെസ്റ്റോറന്റിൽ കാത്തിരിക്കുന്നുണ്ട്, റെഡിയായി താഴേക്ക് വരണം. പക്ഷേ താഴേക്ക് റിഫ വന്നില്ല. ഞാൻ താഴേക്ക് പോയി. റെസ്റ്റോറന്റിൽ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരുമായി ഭക്ഷണം കഴിച്ച ശേഷം ഏതാണ്ട് പുലർച്ചെ 1:30 മണിയോടെയാണ് തിരിച്ചു കയറിയത്. മുറിയിലെത്തുമ്പോൾ കിടക്കവിരി ഉപയോഗിച്ച് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് റിഫയെ കണ്ടത്. ഗൾഫിൽ ഈ ഒരു ഫാനിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സീലിംഗ് ഫാന് ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ റൂമുകളിൽ AC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫാൻ എന്നൊരു സങ്കല്പം തന്നെ ഗൾഫിൽ എനിക്ക് തീരെ അങ്ങ് യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഓക്കെ, എന്താവട്ടെ, ചിലപ്പോൾ ഫാൻ ഉണ്ടാവുമായിരിക്കാം. ഓക്കെ, ഇത് ഇയാൾ പോലീസുകാർക്ക് കൊടുത്ത മൊഴിയാണ്. താൻ റൂമിലുള്ള സമയത്തല്ല ഇവളിത് ചെയ്തത്. അവളുമായി ചെറിയൊരു വഴക്കുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തു പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഇവൾ ഇങ്ങനെ കെട്ടി തൂങ്ങി നിൽക്കുന്നത് എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായി പോലീസുകാർ അങ്ങനെയാകാം എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചങ്ങ് പോവുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു. മൂന്നാം കണ്ണ് എന്നൊരു സാധനമുണ്ട്. CCTV ക്യാമറ ഫുട്ടേജ് എന്നാ പറയുക. അതാണ് നിർണായകമായത് ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സ്ഥാപിക്കാനായി ചിലർ റിഫ പോസ്റ്റ് ചെയ്ത അവസാന വീഡിയോ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. ബുർജ് ഖലീഫയ്ക്ക് മുന്നിൽ നിന്ന് ഭർത്താവിനൊപ്പം 20 മണിക്കൂർ മുമ്പാണ് റിഫ സ്റ്റോറി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറിയിൽ റിഫ വളരെ സന്തോഷവതിയായാണ് കാണപ്പെട്ടത്. നൊമ്പരമുണർത്തുന്ന വരികളോടെയാണ് പലരും റിഫയുടെ അവസാന ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പങ്കുവച്ചത്. ഇതൊക്കെ കണ്ടതോടെ സഹോദരനും മെഹനാസ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചു. സഹോദരി മരിച്ച ദുഃഖത്തിൽ തനിക്ക് തോന്നുന്നതാകാം മറ്റു സംശയങ്ങളെന്ന് സ്വയം സമാധാനിച്ചു. ഇതാണ് നമ്മളൊക്കെ കുഴപ്പം. അവസാനത്തെ റീല്, അതായത് ലാസ്റ്റ് ഇട്ട റീല്, അതിൽ ഇന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതാണ് അവരുടെ ലൈഫിലെ മുഴുവൻ കാര്യം എന്നങ്ങ് തെറ്റിദ്ധരിക്കപ്പെടുന്നുള്ളതാണ്. റീലൊന്നും അല്ല റിയൽ ലൈഫ്. അത് ആദ്യം മനസ്സിലാക്കണ്ടേ. റീലിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ ഇപ്പൊ സംസാരിക്കുന്ന പോലെ അല്ല സംസാരിക്കുക. ഞാൻ എന്റെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ റീലും റിയൽ ലൈഫും ഒക്കെ തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. ആളുകൾ എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി അങ്ങനെ തെറ്റിദ്ധാരണകളൊന്നും വേണ്ടട്ടാ എന്റെ പൊന്നുമക്കളെ. ഇനി ഈ പെൺകുട്ടിയുടെ മരണം, ഈ മരണം കഴിഞ്ഞ് 48 മണിക്കൂറിന് ശേഷം നാട്ടിലേക്ക് ഈ ബോഡി എത്തിച്ചിട്ടുണ്ട്. തൂങ്ങി മരണമാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ ദുബായിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കേസിൽ മെഹനാസ് പറഞ്ഞ മൊഴിയും ഒപ്പം ദേഹപരിശോധന നടത്തിയ ഒരു റിപ്പോർട്ടും. അല്പം വീതിയുള്ള ചുവന്ന നിറത്തിലുള്ള പാട് കഴുത്തിൽ കണ്ടിരുന്നു. റിഫ ഷെറിൻ അരണത്തിൽ എന്ന വ്യക്തിയുടെ മരണം തൂങ്ങി മരണമാണ്. ഇതായിരുന്നു ആ റിപ്പോർട്ടിന്റെ ചുരുക്കം. പക്ഷേ ഈ റിപ്പോർട്ട് ബാഹ്യപരിശോധനാ റിപ്പോർട്ട് മാത്രമായിരുന്നു. അതായത് ദുബായിൽ റിഫയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല. ഇവൻ പറഞ്ഞ ഈ നുണകൾ വലിയ രീതിയിൽ ചർച്ചയായി എന്നുള്ളതാണ്. പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും ഇത് തൂങ്ങി മരണമാണ് എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കഴുത്തിൽ കയറ് മുറുങ്ങി മരണപ്പെട്ടതാണ് എന്നുള്ള ഒരു കാര്യം സ്ഥിരീകരിക്കേണ്ടത്. പക്ഷെ മറ്റുള്ള സംശയങ്ങളിലേക്ക് വീണ്ടും വഴിവെച്ചു എന്നുള്ളതാണ്. ഈ പെൺകുട്ടിക്ക് കല്യാണ സമയത്ത് 18 വയസ്സായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള കേസ് വേറെ രീതിയിൽ പോകുന്നു. പിന്നെ ഈ ആത്മഹത്യ പ്രേരണ കുറ്റം എന്നൊരു സാധനം ഉണ്ട്, അത് ഇവന്റെ പേരിൽ ചുമത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്നും സംശയമുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ കയറ് മുറുക്കി കൊന്നതാണ് എന്നുള്ള ഒരു സംശയമാണെന്നുള്ളതാണ്. ഇവന്റെ സ്വഭാവം വെച്ച് അങ്ങനെ ചെയ്യും എന്ന് തന്നെയാണ് ഇവന്റെ കൂടെയുള്ള ആളുകൾ പോലും പറയുന്നത്. ഇപ്പൊ സഫ പോലും ഇയാളെ കുറിച്ച് പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുന്നതാണ് എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്നതാണ് ഈ വീട്ടുകാരറിഞ്ഞിട്ട് പോലും അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം. നിശ്ചയ സമയത്ത് തന്നെ മെഹനാസ് റിഫയെ അടിച്ചിട്ടുണ്ട്. ഒരു മോളിൽ വെച്ച് റിഫയുടെ സുഹൃത്തിനോട് സംസാരിച്ചതായിരുന്നു അന്നത്തെ പ്രകോപനം. അന്നും റിഫയോട് ഇത് വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു, പക്ഷേ അവൾ കേട്ടില്ല. വീട്ടുകാര് ശ്രമം നടത്തി, പക്ഷെ
ചില പ്രണയം അങ്ങനെയാണ്. കാലന്റെ കയ്യിലായിരിക്കും അതിന്റെ തറ്റത്തെ കയറുന്നവർക്ക് മനസ്സിലാവില്ല, കഴുത്താൻ ഇട്ട് കൊടുക്കുക കയറിന്റെ അപ്പുറത്ത്. അങ്ങനെ അവരുടെ നിർബന്ധ ബുദ്ധി കാരണം റിഫ അങ്ങ് പെട്ടുപോയി എന്ന് പറയേണ്ടി വരും. ചില ആളുകളുടെ പാലേ തേനെ ചക്കരെ അങ്ങനെയാണ്. ഒരിക്കൽ അവൻ മകളുടെ കാലടിച്ചൊടിച്ചു. ഏറെക്കാലം ആശുപത്രിയിലായിരുന്നു. ഒരു ആയുർവേദ ചികിത്സ കൂടി കഴിഞ്ഞ ശേഷമാണ് ഭേദമായത്. ദുബായിൽ വെച്ചും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുബായിൽ വെച്ച് ഇവര് ബഹളമുണ്ടായ കാര്യമൊക്കെ റൂമിനടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. അതായത് റൂമിനകത്ത് നിന്ന് വലിയ ബഹളങ്ങൾ ഉണ്ടായി. അയാൾ പോയി നോക്കിയ സമയത്ത് ഡോറിന്റെ അടുത്ത് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഈ മെഹനാസ് നിൽക്കുന്നതും തന്റെ കുഞ്ഞ് തൊട്ടടുത്ത് നിന്ന് കരയുന്നതൊക്കെ കണ്ടു എന്നുള്ളതാണ്. പിന്നെ പിറ്റേ ദിവസം ആ കുഞ്ഞിനെ ഇവര് നാട്ടിലേക്ക് റിഫയുടെ കൂടെ കൊണ്ടാക്കി എന്നുള്ള ഒരു കാര്യം കൂടി അയാൾ പറയുന്നുണ്ട്. ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടുകാർ വിശ്വസിക്കാനുള്ള കാര്യം എന്തായിരുന്നു അറിയോ? ഈ അവസാനത്തെ റീലായിരുന്നു. പക്ഷെ മൂന്നാം കണ്ണ്, ഞാൻ പറഞ്ഞ ആ മൂന്നാം കണ്ണിലേക്കാണ് കടക്കുന്നത്. കടയിലെത്തുന്ന കസ്റ്റമേഴ്സുമായി പതിവ് പോലെ അന്നും ചിരിച്ചുകൊണ്ടായിരുന്നു റിഫ ഇടപഴകിയിരുന്നത്. ജോലിക്കാര്യങ്ങളുമായി തിരക്കൽ നിൽക്കുന്നതിനിടെയാണ് കടയിലേക്ക് മെഹനാസ് കടന്നു വരുന്നത്. ഒപ്പം ജംഷാദും മറ്റൊരു സ്ത്രീയുമുണ്ട്. ചിരിച്ചു കളിച്ചു നിന്നിരുന്ന റിഫയുടെ മുഖത്തെ ചിരിമായുന്നതും അതോടെയാണ്. കൂടെ വന്ന ആ ബംഗാളി സ്ത്രീ ആരാണ്? ഇന്നും അന്വേഷണം ഇവിടെ എത്തിയിട്ടില്ല. ഗൾഫിൽ ഈ ഒരു കാര്യം നടന്നതുകൊണ്ട് തന്നെ അന്വേഷണം അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല എന്ന് പറയേണ്ടി വരും. നാട്ടിലാണെങ്കിൽ നമുക്കൊന്നും കൂടി എളുപ്പമായേനെ. പക്ഷെ കേസിൽ ഇയാളെ ശിക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് ആള് ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. ലഭ്യമായ ആ ദൃശ്യങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. ആ വൈകുന്നേരം മെഹനാസ് റിഫയോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. കൂടെയുണ്ടായിരുന്ന ആ സ്ത്രീ അതാരായിരിക്കാം? റിഫയും മെഹനാസും താമസിക്കുന്ന ഫ്ളാറ്റിനോട് ചേർന്നാണ് ആ ബംഗാൾ സ്വദേശിയായ സ്ത്രീയും താമസിക്കുന്നത്. റിഫ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് പരിസരത്തും മറ്റു ചിലയിടങ്ങളിലും മെഹനാസിനെ ഈ സ്ത്രീയോടൊപ്പം കണ്ടവരുണ്ട്. ഈ വിഷയത്തിൽ റിഫയും മെഹനാസും തമ്മിൽ തർക്കം. അവരെയും കൂട്ടിയാണ് ഇപ്പോൾ മെഹനാസും സുഹൃത്ത് ജംഷാദും റിഫ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തിയിരിക്കുന്നത്. അതുവരെ ആ ഷോപ്പിൽ ചിരിച്ചു നിന്നിരുന്ന റിഫ കരയുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. മേശമേലിരുന്ന ടിഷ്യൂ പേപ്പർ കൊണ്ട് റിഫ കണ്ണു തുടയ്ക്കുന്നതും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം. റിഫയെ അത്രയേറെ വേദനിപ്പിച്ച എന്തോ ഒരു കാര്യം മെഹനാസ് ഒരുപക്ഷെ അന്ന് സംസാരിച്ചിരിക്കണം. ഇതിനുശേഷം കടയുടെ പുറത്തുള്ള ബെഞ്ചിലിരിക്കുന്ന മെഹനാസിനെയും റിഫയെയും ദൃശ്യങ്ങളിൽ കാണാം. തളർന്നിരിക്കുന്ന റിഫയെ മെഹനാസ കൈകൊണ്ട് തട്ടുന്നതും ഇതേ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ജംഷാദും സുഹൃത്തായ സ്ത്രീയും റിഫയുടെ അടുത്തേക്ക് വരുന്നു. എന്തൊക്കെയോ സംസാരിച്ച ശേഷം നിമിഷങ്ങൾക്കകം മെഹനാസിനൊപ്പം അവരും അവിടെ നിന്ന് മടങ്ങുന്നു. മെഹനാസ് അസ്വസ്ഥനായിരുന്നുവെന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ നടന്നിട്ടുണ്ടോ? സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും വൃത്തികേടുകൾ വേറെ കാണിച്ചിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. ആ റൂമില് മറ്റൊരു പുരുഷനും കൂടി ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന് ചെറിയ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒരു ബംഗാളി സ്ത്രീ വന്ന് ഇതിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലും ഒരു സംശയമുണ്ട്. എന്തായാലും ഇവന്റെ കൈകളിൽ പെടുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്താകുമെന്ന് ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. മെഹനാസ് സഫയെ കുറിച്ച് പറഞ്ഞ വൃത്തികേടുകൾ നമ്മളെല്ലാവരും കണ്ടതാണെന്നുള്ളതാണ്. ഇന്ന് സഫക്ക് ഭയങ്കരമായിട്ടുള്ള കുറ്റബോധമുണ്ട്. റിഫയെ കുറിച്ച് അന്ന് ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞിട്ടാ. പക്ഷെ എന്താ ചെയ്യാ, ദൈവം അല്ലാഹ് അതെല്ലാം തിരിച്ച് പണി തരുന്നു. മനസ്സിലായില്ലേ? മനസ്സിലാക്കണം. ഇൻസെന്റീവും വാങ്ങി മറ്റു ജീവനക്കാർക്കൊപ്പം അത്താഴവും കഴിച്ചാണ് അന്നു രാത്രി റിഫ മടങ്ങിയത്. വൈകുമെന്ന കാര്യം മെഹനാസിനെ മെസ്സേജ് അയച്ച് അറിയിച്ച ശേഷമാണ് ഭക്ഷണത്തിനായി റിഫ പോയത്. ആ പോയ പോക്കാണ് നേരം വൈകി എന്തിനാണ് നീ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ആ ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളതാണ്. നേരം വൈകിയാണ് അവൾ വന്നത്, ഞാൻ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ മാത്രമാണ്. ഒരുപക്ഷെ അവൻ കയറുമായി ഒരു കാലനെ പോലെ ആ വീടിനകത്ത് പതിയിരുന്നിരുന്നിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് മായ്ച്ചു കളയാനൊന്നും കഴിയില്ല. അതും ഒരു സാധ്യത തന്നെയാണ്. അവൻ തീർത്തിട്ട് ഈ പറയുന്നതൊക്കെ നുണയാണെങ്കിലോ? അതിലേക്ക് നയിക്കുന്ന ഒരു കാര്യം കൂടി നടന്നു എന്നുള്ളതാണ്. ഇവരുടെ റൂമിലുള്ള ഒരു പയ്യൻ, ആ പയ്യൻ എടുത്ത വീഡിയോയിൽ റിഫ പറയുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചും കൂടി കേൾക്കാം. എന്നെ തല്ലുന്നതാണ് ഏറ്റവും വലിയ വിഷയം. ഗുസ്തിയിലൊക്കെ കാണുന്നത് പോലെയാണ് തല്ലുന്നത്. നടുവിനും ശരീരം എവിടെ തളരുന്നുവോ അവിടെയുമൊക്കെയാണ് മർദ്ദിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കും. എനിക്കിതൊന്നും ആൾക്കാരെ അറിയിക്കാൻ താല്പര്യമില്ല. മെഹ്നു പലരോടും പല പെൺകുട്ടികളോടും ചാറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ജോലിക്ക് കയറി ജീവിക്കണമെന്നേ ഉള്ളൂ. എത്രയോ പേര് ഡിവോഴ്സായി ജീവിക്കുന്നു. 25 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ തന്നെ നിരന്തരം മർദ്ദിക്കുന്നതിൽ റിഫയ്ക്കുള്ള പരാതികളാണ് പറയുന്നത്. ശരിക്കും ഒരാണ് വേറെ ഒരു ആണിനെ തല്ലുന്നത് പോലുള്ള തല്ലല്ലേടോ എന്നെ തല്ലുന്നത്? എനിക്കെന്തെങ്കിലും ആയിപ്പോയാ മെഹ്നു എന്താക്കും? എന്നെ സഹിക്കേണ്ട, എന്റെ തലയ്ക്കൊക്കെ അടിയേറ്റിട്ട് ഞാൻ എന്തെങ്കിലും ആയിപ്പോയാ മെഹ്നു എന്താക്കും? റിഫയും മെഹനാസും തമ്മിലുള്ള സംഭാഷണത്തിനിടെ വീഡിയോ രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്ന ജംഷാദിന്റെ ശബ്ദവും കേൾക്കാം. ഈ വീഡിയോസ് ഒക്കെയാണ് ഒരു പക്ഷേ ഒരു എവിഡൻസ് ആയിട്ട് പോലീസ് എടുക്കുന്നതും ആളെ അറസ്റ്റ് ചെയ്യുന്നതും
പിന്നീട് ജാമ്യത്തിൽ വിടുന്നതും മറ്റൊരു പെൺകുട്ടിയെ സമാനമായ രീതിയിൽ വളയ്ക്കുന്നതും ആ പെൺകുട്ടിയെയും ഈ രീതിയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമങ്ങൾ ആ നികൃഷ്ട ജീവി ചെയ്തതും എന്ന് പറയേണ്ടി വരും. ഇനിയുമുണ്ട് ഒരുപാട് ആളുകൾ ഇത്തരം വഴികളിലൂടെ പോവാനും മരണപ്പെടാനും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്നറിയോ? ആളുകളും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോണുകളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കരുത്. അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്ന കാര്യമാണ്, രാത്രി 10-11 മണിക്ക് ശേഷമാണ് ആൺകുട്ടികൾ, ചെറിയ പിള്ളേരാണ് 18 വയസ്സിന് താഴെയുള്ളവർ, പുറത്തിറങ്ങുന്നത്. എന്നതിന് ശേഷം രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ വന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഏതെങ്കിലും ചായക്കടയിൽ നിന്നൊക്കെ ചായ കുടിക്കാൻ എന്ന രീതിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വരുന്നതാകാം. ഓരോ സൈഡുകളിൽ പോയിരിക്കുന്നു, രാത്രി റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെ കാണുന്നുണ്ട്. ശരിയാണ്, നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, നമുക്ക് രാത്രി എവിടെയും പോയി നിൽക്കാം. പക്ഷെ വീട്ടിലാരും ചോദിക്കാനും പറയാനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഈ പിള്ളേരെ നിങ്ങൾ എങ്ങനെയാണോ ഇങ്ങനെ കയറൂരി വിടുന്നത്? ആൺകുട്ടികളുടെ കാര്യമാണ്, പെൺകുട്ടികളുടെ കാര്യമല്ല പറയുന്നത്. ആൺകുട്ടികൾക്ക് നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഒരു ഇമ്പോർട്ടന്റും കൊടുക്കുന്നില്ലേ? അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നശിച്ചു പോയിക്കോട്ടെ എന്നാണോ ചിന്തിക്കുന്നത്? ഇപ്പോ ടർഫിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ടർഫിന്റെ അടുത്തും പോലും ഇങ്ങനെ പുക മറയുന്നത് ഞാൻ കാണുന്നുണ്ട്, പുക മറഞ്ഞു പോകുന്നത് കാണാറുണ്ട്. ഇപ്പൊ ഇന്നലെ രാത്രി എന്നെ 12 മണി ആ ടൈമിൽ വീടിന് മുന്നിലൂടെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. പുറത്തു നോക്കുമ്പോൾ പിള്ളേരാ, ഈ ചെറിയ പിള്ളേർ ഇങ്ങനെ നടക്കുകയാണ്. അവരുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണും ഉണ്ട്. നിങ്ങൾ ആലോചിക്കണം, കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ്. വാ മോനെ പുറത്തിറങ്ങ്, വാ കറങ്ങാം. ഒരുപാട് ആളുകൾ ലഹരിക്ക് അടിമയാവുന്നുണ്ട് എന്നുള്ളത്, ഒരുപാട് ആളുകൾ ഈ സോഷ്യൽ മീഡിയ വഴി നശിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വീട്ടുകാർ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു കടിഞ്ഞാണ് ഇടേണ്ടത്. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. രാത്രി 7 മണിക്ക് ശേഷം പെൺകുട്ടി വീട്ടിലേക്ക് വൈകി വന്നാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിരിക്കും അല്ലേ? നേരത്തെ ആൺകുട്ടി 12 മണിക്ക് ശേഷം വേറി വന്നാൽ ഒരു കുഴപ്പമില്ല. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അവിടെയൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. അതേപോലെ വിദ്യാഭ്യാസ മന്ത്രിയോടാണ് പറയുന്നത്, നിങ്ങൾ കുറച്ച് യുക്തി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവൻ മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് പോലും മൊബൈൽ ഫോൺ വേണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പഴയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് ആ വിദ്യാഭ്യാസ രീതി തന്നെയാണ് ഈ കാര്യത്തിലേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ വഴിയാണോ പഠിപ്പിക്കേണ്ടത്? മൊബൈൽ ഫോൺ വഴിയാണോ നമ്മൾ ഹോംവർക്ക് ചെയ്യണമെന്ന് പറയേണ്ടതല്ല. അപ്പൊ അതിന് മാറ്റം വരുത്തേണ്ട വിദ്യാഭ്യാസ മന്ത്രിയാണ്. പിന്നെ നമ്മുടെ രക്ഷിതാക്കളാണ് എല്ലാ കാര്യത്തിലും ഇടപെടേണ്ടത്. പിന്നെ രാത്രി കാലങ്ങളിൽ 12 മണിക്ക് ശേഷം പോലീസുകാർ ഇവരെ കാണുമ്പോൾ അടിച്ചു ഓടിക്കുന്നതിനൊക്കെ വീഡിയോ ചെയ്തിട്ട് ഞങ്ങളെ തല്ലി, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഇല്ലെന്നാ പറയുന്നതെന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. കുറച്ചൊക്കെ കിട്ടേണ്ടത് തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഈ രാത്രിയുടെ മറവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. റിഫയുടെ മരണം അത് കൊലപാതകം തന്നെയാണ് എന്ന രീതിയിലേക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നയിക്കുന്നത്. ഇനി മെഹനാസിന്റെ അവസ്ഥ, അവൻ എന്തൊരു കൂത്തറയാണ് എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലോ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.